നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL എന്ന് ആരംഭിക്കും, എത്ര ടീമുകളുണ്ടാവും, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവാവുകയാണ്. ISL ഒക്ടോബർ 10 ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് എന്ന് ഇതാ ഖേൽ നൗ റിപ്പോർട്ട് ചെയ്യുന്നു. ISL 2026-27 ടു സ്റ്റാർട്ട് ഓൺ ഒക്ടോബർ 10. ഇനി എത്ര ടീമുകൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്കറിയാം. നിലവിൽ 14 ടീമുകൾ വെച്ചാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതിലൊരു ടീമിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ഡയമണ്ട് ഹാർബർ ഇതുവരെ അവരുടെ പാർട്ടിസിപ്പേഷൻ ഫീയുടെ 2ാം ഘട്ടം അടച്ചിട്ടില്ല. അവർക്ക് ഒരു ഡെഡ് ലൈൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നുകൂടി ഖേൽ നൗ റിപ്പോർട്ട് ചെയ്യും. നമ്മൾ വിശദമായിട്ട് അതിലേക്കൊന്ന് പോവുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈസ് സെറ്റ് ടു റിട്ടേൺ ഓൺ ഒക്ടോബർ 10, 2026 വിത്ത് 2026-27 സീസൺ എക്സ്പെക്റ്റഡ് ടു ബ്രിങ് ബാക്ക് എ ലോങ്ങർ 7-month ക്യാമ്പയിൻ ആഫ്റ്റർ ദി ട്രങ്കേറ്റഡ് പ്രീവിയസ് എഡീഷൻ. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഫെബ്രുവരിയിലോ മറ്റോ ആരംഭിച്ച് വളരെ പെട്ടെന്ന് സിംഗിൾ ലെഗ് മത്സരങ്ങൾ മാത്രമായിട്ട് കളിച്ച് തീർത്തതാണ്. ഇത്തവണ അങ്ങനെയല്ല. 7 മാസം നീളുന്ന തരത്തിൽ പഴയ രൂപത്തിൽ വിശദമായിട്ടുള്ള ഒരു ലീഗ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പുതിയ സീസൺ ആരംഭിക്കാൻ പോകുന്നത് ഒക്ടോബർ 10 മുതലായിരിക്കും. ഒക്ടോബർ 10 മുതൽ ഏപ്രിൽ മെയ് വരെ, മാക്സിമം മെയ് മാസം വരെ നീളുന്ന രൂപത്തിലാണ് ഇപ്പോൾ ISL പ്ലാൻ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമായിരിക്കും. എന്ന് പറഞ്ഞാൽ ന്യൂ ക്ലബ് ലെഡ് മോഡൽ, ക്ലബ്ബുകൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന പുതിയ രീതിയിലുള്ള ലീഗ് ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ എത്ര ടീമുകൾ എന്നുള്ളതാണ്, 14 ടീമുകൾ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡയമണ്ട് ഹാർബർ FCയുടെ കാര്യത്തിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ ഫീയുടെ 2ാം ഗഡു ഇതുവരെ അടച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഓഗസ്റ്റ് 14 ഡെഡ് ലൈന് 2ാം ഗഡു അടക്കാനുള്ളത്. അത് അവർ മിസ് ചെയ്തു. അവരിപ്പം സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട്. ആദ്യ ഗഡു അവർക്ക് കൊടുക്കാനുള്ള പ്രൈസ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു 55 ലക്ഷം. 2ാം ഗഡു പക്ഷെ അടക്കാൻ ഓഗസ്റ്റ് 14 ഉള്ളിൽ അവർക്ക് സാധിച്ചതുമില്ല. ഇപ്പോൾ അവർക്ക് സമയം കൊടുത്തിരിക്കുന്നത് ഫൈനൽ ഡെഡ് ലൈൻ 2 PM ഓൺ ഓഗസ്റ്റ് 19, 2026. അതായത് ഓഗസ്റ്റ് 19 എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അടച്ചു തീർക്കണം എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഫൈനൽ ഡെഡ് ലൈൻ ടൈം. അത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ ബാക്കി 13 ടീമുകളെ വെച്ച് ലീഗ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നുകൂടി വളരെ കൃത്യമായിട്ട് ഖേൽ നൗ റിപ്പോർട്ട് ചെയ്യുന്നു. ജംഷഡ്പൂർ FC പിൻവലിഞ്ഞെങ്കിലും പകരം ചർച്ചിൽ ബ്രദേഴ്സ് ആ സ്ഥാനത്ത് കളിക്കാൻ തന്നെയാണ് സാധ്യത. അവർ ജംഷഡ്പൂർ FCയെ ഏറ്റെടുത്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.